ഏറ്റവും കൂടുതൽ സർക്കാരിന് നികുതി കൊടുക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. ഒരു ചെറിയ വള്ളം ഒരു ദിവസം കടലിൽ പോകണമെങ്കിൽ 12,000 രൂപ വേണം. ആ 12,000 രൂപയിലെ 52% കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ടാക്സായി പോകുന്നു. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി 10 പൈസ പോലും വാങ്ങിക്കാതെ ഞങ്ങൾ കാവൽ നിൽക്കുന്നു. ഒരു IAS-കാരനേക്കാളും ടാക്സ് കൊടുക്കുന്ന ഒരു ദിവസം 5,000 രൂപയാണെങ്കിൽ 30 ദിവസം 1.5 ലക്ഷം രൂപയോളം ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നു. ഞങ്ങളെ സംരക്ഷിച്ചില്ല എങ്കിൽ വരുന്ന ആളുകളിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് ഉണ്ടായ ഓഗിയെയും സുനാമിയേക്കാളും ശക്തമായ കാറ്റടിക്കുവാൻ പോകുകയാണ്. ഓഗിയിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ചതുപോലെ മുതലപ്പൊഴിയിലും ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ സർക്കാർ തയ്യാറാകണം. നമസ്കാരം. തിരുവനന്തപുരത്തെ മുതലപ്പൊഴി മരണപ്പൊഴിയാക്കി മാറ്റിയത് മത്സ്യത്തൊഴിലാളികളല്ല എന്നാണ് അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുതലപ്പൊഴിയിൽ നിരവധി പേരാണ് മത്സ്യബന്ധനം നടത്തിക്കൊണ്ട് അവർ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ നിരവധി ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. കാരണം മുതലപ്പൊഴിയിൽ ഇതിനു മുൻപ് നിരവധി അപകട മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവർക്ക് ആവശ്യമായ നഷ്ടപരിഹാര തുകയോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എന്തായാലും സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ ഭാരവാഹി ഇപ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നെല്ലാം തന്നെ വിശദമായി പറയുകയാണ്. നിലവിൽ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? ഞങ്ങളുടെ ഡിമാൻഡ് ഇതാണ്. മുതലപ്പൊഴിയിൽ ഞങ്ങളുടെ കാരണമല്ലാതെ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ കുടുംബങ്ങളിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണം. 2, അവരുടെ കടങ്ങൾ എഴുതി തള്ളണം. അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണം. സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 20 ലക്ഷം രൂപ കൊടുക്കണം. ഓഗിയിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ചതുപോലെ മുതലപ്പൊഴിയിലും ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ സർക്കാർ തയ്യാറാകണം. അതുപോലെ ക്ഷേമനിധി ബോർഡിൽ, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഞങ്ങളുടെ വിഹിതം 100-ൽ നിന്നും 300 വർദ്ധിപ്പിച്ചു. അവിടെയാണ് കയറ്റുമതിക്കാരിൽ നിന്നും 1% പിടിച്ചെടുത്തുകൊണ്ട് ഞാൻ ഈ പിൻവലിച്ച തുക പിൻവലിക്കണമെന്നും ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുകൂടാതെ നിങ്ങൾ മത്സ്യത്തൊഴിലാളികൾ എന്തൊക്കെ പ്രതിസന്ധികൾ നിലവിൽ മുതലപ്പൊഴിയിലെല്ലാം നേരിടുന്നുണ്ട്? മത്സ്യത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞിരിക്കുന്നു. ഇന്ധനത്തിൻ്റെ വില കുതിച്ചുയരുകയാണ്. ലോകത്തിലായാലും ഏറ്റവും കൂടുതൽ സർക്കാരിന് നികുതി കൊടുക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. ഒരു ചെറിയ വള്ളം ഒരു ദിവസം കടലിൽ പോകണമെങ്കിൽ 12,000 രൂപ വേണം. ആ 12,000 രൂപയിലെ 52% കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ടാക്സായി പോകുന്നു. ഇത്തരം ടാക്സ് കൊടുക്കുന്ന ഒരു വിഭാഗം ഇന്ത്യയിലുണ്ടോ? ഉണ്ടെങ്കിൽ സർക്കാർ പറയണം. 2, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി 10 പൈസ പോലും വാങ്ങിക്കാതെ ഞങ്ങൾ കാവൽ നിൽക്കുന്നു. 3, ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിദേശ നാണ്യം തേടിത്തരുന്നതിന് ശക്തമായി ഞങ്ങൾ പണിയെടുക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ മാത്രമല്ല, ഞങ്ങൾ മീൻ പിടിക്കുന്ന അതിൻ്റെ 1% സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള മത്സ്യഫെഡിന് കൊടുക്കുന്നു. ഇത് എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും തൊഴിൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കാണിക്കുന്നുണ്ടോ? ഇത്രയും അപ്പോൾ ഞങ്ങളാണ് ഈ നോക്കിക്കഴിഞ്ഞാൽ ഒരു IAS-കാരനേക്കാളും ടാക്സ് കൊടുക്കുന്ന ഒരു ദിവസം 5,000 രൂപയാണെങ്കിൽ 30 ദിവസം 1.5 ലക്ഷം രൂപയോളം ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നു. അപ്പോൾ ഇത്തരം രീതിയിൽ ടാക്സ് കൊടുക്കുന്ന ഞങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ഞങ്ങളെ സംരക്ഷിച്ചില്ല എങ്കിൽ വരുന്ന ആളുകളിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് ഉണ്ടായ ഓഗിയെയും സുനാമിയേക്കാളും ശക്തമായ കാറ്റടിക്കുവാൻ പോകുകയാണ്. അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെയും കൂടെ നിർത്തണമെങ്കിൽ ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ച നടത്തിക്കൊണ്ട് അത് പ്രഖ്യാപിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എങ്കിൽ ഈ വരുന്ന നാളിൽ ഈ മുതലപ്പൊഴിയിൽ മരണപ്പെട്ട ആ പ്രദേശത്ത് സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ട് ആ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി ഞങ്ങൾ സത്യാഗ്രഹം കിടക്കും. സ്ത്രീകൾ സത്യാഗ്രഹം കിടക്കുമ്പോൾ ഞങ്ങൾക്ക് കണ്ണും കാതും കൊട്ടിക്കെട്ടി മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ആ മരണപ്പൊഴി നീന്തി കടന്നുകൊണ്ട് ഈ സ്ത്രീകൾക്ക് പിന്തുണ കൊടുക്കും. അതിനകത്തുണ്ടാകുന്ന അപകട മരണങ്ങൾക്കും അപകടത്തിനും ഉത്തരവാദി സംസ്ഥാന സർക്കാരായിരിക്കും. ഇവിടെ അർജുൻ മരണപ്പെട്ടു, അത് അദ്ദേഹത്തിന് കൊടുത്തതിനോട് ഞങ്ങൾക്ക് അഭിമാനമാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന
ഞങ്ങൾക്കും അതിന് അർഹതയുണ്ട്. ആ അർഹമായ ഞങ്ങളുടെ അവകാശം നിഷേധിച്ചാൽ വരുന്ന നാളുകളിൽ ഞങ്ങൾ സർക്കാരിന് നൽകുന്ന പിന്തുണ പിൻവലിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിന് സംസ്ഥാനത്തും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും തയ്യാറാകും. ഇന്ന് നവംബർ 21 ലോക മത്സ്യത്തൊഴിലാളി ദിനത്തിൽ ഞങ്ങളുടെ WFP സമ്മേളനം ബ്രസീലിൽ നടക്കുന്നു. ഞങ്ങളുടെ അവിടെ കേരളത്തിൽ നിന്ന് പോയ നേതാക്കൾ ഈ വിഷയം പറഞ്ഞത് കേട്ടിട്ട് ലോക മത്സ്യത്തൊഴിലാളി നേതാക്കൾ ഞെട്ടിയിരിക്കുകയാണ്. ഒരു രാജ്യത്തും സംഭവിക്കാത്ത വാഗൺ ട്രാജഡിയിൽ പോലും ഉണ്ടാകാത്ത ഒരു അപകടമാണ് മുതലപ്പുഴയിൽ 77ഓളം മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടത്. അത്തരം ആ അമ്മമാരെ സംരക്ഷിക്കുവാൻ, ആ വിധവകളെ സംരക്ഷിക്കുവാൻ, ആ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഇടതുപക്ഷ സർക്കാരിന് ബാധ്യതയുണ്ട്. സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ നോക്കുവാൻ കഴിയുന്നില്ല. ഈ മാധ്യമങ്ങളുടെ പുറകിൽ കുസ്തിയാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങളുടെ ക്ഷേമത്തിനും ഞങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ല എങ്കിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെ ഇവിടെ സംഭവിക്കും. സർക്കാരുമായി എന്തെങ്കിലും ചർച്ചകൾ നടന്നിരുന്നു ഈ ഒരു വിഷയവുമായി? ഇത്തരം വിഷയങ്ങൾ സർക്കാരിന് കേൾക്കാൻ സമയമില്ല. ഇവിടെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ പടച്ചിറക്കിയിരിക്കുകയാണ്. കടലെല്ലാം കൊള്ളയടിക്കുന്നു. രാത്രികാല ട്രോളിംഗ് നിരോധനം ഉള്ളപ്പോൾ ഏതെടുത്തും ട്രോളിംഗ് ഫിഷിംഗ് ബോട്ടുകളെല്ലാം അടിക്കുന്നു. പിടിക്കാനുള്ള സംവിധാനമില്ല. റിംഗ് സീൻ പോലെയുള്ള സംവിധാനങ്ങൾ കൂട്ടത്തോടെ കോരിയെടുക്കുന്നു. ഇത്തരം കാര്യങ്ങൾ നോക്കുവാൻ പറ്റാത്ത ആൾക്ക് സർക്കാരിനെ എങ്ങനെയാണ് ഈ പാവപ്പെട്ട അമ്മമാരുടെയും വിധവകളുടെയും അവരുടെ പ്രയാസങ്ങൾ കേൾക്കുവാൻ കഴിയുന്നത്? ഒരു ചർച്ചയ്ക്കോ ഒരു പ്രഖ്യാപനവും നടത്താതെ സർക്കാർ മുൻപോട്ട് പോവുകയാണ്. ഈ അദാനിയുടെ തുറമുഖം വന്നതിൽ പിന്നെ നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടായത്? അദാനി തുറമുഖം വന്നപ്പോൾ ഞങ്ങളുടെ വീട് പോയി, ഞങ്ങൾ ഇരിക്കുന്ന കടൽ തീരം പോയി, ഞങ്ങളുടെ വീട് പോയി. ഞങ്ങൾ തെരുവിലാണ് കിടക്കുന്നത്. ഞങ്ങളിപ്പോൾ എന്താ മത്സ്യത്തൊഴിലാളികൾ ഫ്ലാറ്റിലേക്ക് പോകുവാൻ തയ്യാറാകുന്നില്ല. മീൻപാടം കണ്ട് മീൻ പിടിച്ചുകൊണ്ട് ഞങ്ങളെയെല്ലാം കൂട്ടിലടയ്ക്കാനായാണ് അദാനിക്ക് ഈ തുറമുഖം കൊടുത്തത്. ഈ തുറമുഖം മൂലം നഷ്ടപ്പെട്ട ആളുകൾക്ക് സ്ഥലം നഷ്ടപ്പെട്ട ആളുകൾക്ക് 5 സെന്റ് ഭൂമിയും വാസയോഗ്യമായ വീട് നൽകണം. ഞങ്ങൾക്ക് പണിക്ക് പോകുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. ഞങ്ങൾക്ക് അദാനിയുടെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് പരമ്പരാഗതമായി ആചാരപരമായി ഞങ്ങൾ മീൻ പിടിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക്, നാട്ടുകാർക്ക് മീനെത്തിക്കുന്ന ഞങ്ങൾക്ക്, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ഞങ്ങൾക്ക് അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ഈ കടലിൽ ഇപ്പോൾ മത്സ്യം കുറവാണ് എന്ന് പറഞ്ഞു, അതിനുള്ള കാരണം എന്താണ്? കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആദ്യത്തെ ഇരകളെന്ന് പറയുന്നത് മീൻപിടുത്തക്കാരാണ്. കാലാവസ്ഥാ വ്യതിയാനം എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്? കടലിൽ ഡ്രഡ്ജ് ചെയ്യുന്നതിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോഴുണ്ടാകുന്ന മേഘസ്ഫോടനങ്ങളുടെ ഭാഗമായി കടൽ കലങ്ങുമ്പോൾ സൂര്യപ്രകാശം കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകില്ല. അപ്പം ഈ മുട്ടയിടുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ ആ മുട്ടകളെല്ലാം കൂട്ടത്തോടുകൂടി നശിച്ചു പോകുന്നു. അപ്പോൾ അത്തരം ഒരു പ്രതിസന്ധിയിൽ മത്സ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് ഇരയാകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുവാനും തൊഴിൽ വാണിംഗ് ഇപ്പം എന്താ 80-90 ദിവസം വാണിംഗാണ് പണിക്ക് പോരുതെന്ന്. ആ തൊഴിൽ നഷ്ടപരിഹാരം കൊടുക്കുവാനും സർക്കാർ തയ്യാറാകണം. എന്ത് ചോദിച്ചാലും പണമില്ല. അദാനിക്ക് കൊടുക്കാനോ യഥേഷ്ടം പണമാണ്. നിങ്ങൾ ലാഭമെന്ന് പറയുന്നല്ലോ. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പൈസ കൊടുക്കാത്തത്? അവരെ കടമായി കൊടുക്കും, പലിശ കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ? അവരുടെ പഠന റിപ്പോർട്ടിനകത്ത് ഇതൊരു വൻപം നഷ്ടമായി അവർ കണക്ക് കൂട്ടിയിരിക്കുകയാണ്. അദാനിക്ക് ഈ നരേന്ദ്രമോദിയുടെ വളർത്തുപുത്രനായ അദാനിയുടെ പ്രോജക്റ്റിന് പണം കൊടുക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വമ്പൻ അഴിമതിയാണ്, വമ്പൻ നഷ്ടമാണ്. അതിനുവേണ്ടി ഈ ഇടതുപക്ഷ സർക്കാർ കൂട്ടി നിൽക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള ഇടതുപക്ഷ ചിന്താഗതിയുള്ള പ്രസ്ഥാനങ്ങൾക്ക് അത് അപമാനമായി മാറുന്നു. ഈ ഒരു അവകാശ മാർച്ച് കണ്ടിട്ട് കടന്നു പോകുന്നവരാണ് ഓരോരുത്തരും. എന്തിനാണ് ഈ മാർച്ച്? അവരുടെ ആവശ്യങ്ങൾ എന്താണ്? ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഇതിനു മുമ്പുള്ള ഓരോ മാർച്ച് എടുത്താലും ഓരോ പ്രതിഷേധങ്ങൾ എടുത്താലും മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വന്ന് ഒരു പ്രതിഷേധവും അധികം നടത്തിയിട്ടില്ല. അതവര് വീക്ക് ആയതുകൊണ്ടല്ല, അവര് ശക്തി ഇല്ലാത്തത് കൊണ്ടല്ല, അവര് ശക്തരാണ്. അവർക്ക് അതിനുള്ള എല്ലാം തരണം ചെയ്ത് സ്വയമേ എല്ലാ പ്രതിസന്ധികളും കടന്ന് മുന്നോട്ട് പോകാനുള്ള ശക്തി ഉള്ളത് കൊണ്ടാണ് അവര് മുന്നോട്ട് വരാതിരുന്നത്. അവർക്ക് സ്വന്തമായിട്ട് എല്ലാം പരിഹരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. കാടിന്റെ മക്കൾക്ക്, കടലിന്റെ മക്കൾക്ക്. ഇപ്പൊ ഛത്തീസ്ഗഡിലെ വിഷയം നമുക്കറിയാം. അവിടെ ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? അവിടുത്തെ കാട്ടിലെ ആൾക്കാര് അവരുടെ തൊഴിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ തന്നെ
മാറ്റി മറിക്കുന്നത് ആരാണ്? കോർപ്പറേറ്റുകൾ. എടുത്തു പറയാമെങ്കിൽ അദാനി. ഇപ്പൊ ഈ നമ്മുടെ കടലിന്റെ മക്കളായ മത്സ്യത്തൊഴിലാളികൾ, അവരുടെ പ്രശ്നം എന്താണ്? ഇപ്പൊ ഇവരെല്ലാരും ഉന്നയിച്ചത് അദാനി. അദാനി ആരാ? അദാനിക്കാണോ സർക്കാർ ജോലി ചെയ്തു കൊടുക്കുന്നത്? അദാനിക്കാണോ സേവനം ചെയ്യേണ്ടത് സർക്കാർ? കടലിന്റെ മക്കൾ, കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു എത്ര ശതമാനം എടുത്താൽ ഇന്ത്യയിലെ പോപ്പുലേഷന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ മാപ്പ് എടുത്താൽ തന്നെ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ഏരിയാസ് നമുക്ക് കാണാം. ഈ മത്സ്യത്തൊഴിലാളികളെല്ലാം ഏകീകരിച്ച് പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അദാനിയോ അല്ലെങ്കിൽ അംബാനിയോ ആരോ ആവട്ടെ, ആരെങ്കിലും നിലനിന്ന് പോകുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഈ മാർച്ച് ഇത് ഇവരുടെ അവകാശങ്ങൾക്കുള്ളതാണ്. അവരെ ദുരിതത്തിലാക്കുന്ന നടപടികൾക്കെതിരെയുള്ളതാണ്. ഇത് ഒരിക്കലും അവരുടെ ആവശ്യങ്ങളല്ല, അവകാശങ്ങളാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് വിഴിഞ്ഞം വാണിജ്യ തുറമുഖത്തിന് കല്ലടിക്കുന്നതിന് വേണ്ടി അദാനിക്ക് മുതലപ്പുഴയുടെ തെക്ക് ഭാഗം തുറന്നു കൊടുത്തതും അശാസ്ത്രീയ നിർമ്മാണവുമെല്ലാം തന്നെയാണ് ഈ മുതലപ്പുഴയെ മരണപ്പുഴയാക്കി മാറ്റുന്നത് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.